കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. കാരുണ്യത്തിന്റെ കരുത്തുമായി ലയൺസ് ക്ലബ്ബ് ഏനാനെല്ലൂരിൽ സോൺ മീറ്റിംഗും അവാർഡ് നൈറ്റും സംഘടിപ്പിച്ചു. ലോകമെമ്പാടും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ലയൺസ് ഇന്റർനാഷണലിന്റെ സേവന താൽപര്യങ്ങൾ മുൻനിർത്തി ഡിസ്ട്രിക്ട് 318C റീജിയണൽ 7 സോൺ മീറ്റിംഗും അവാർഡ് നൈറ്റും സംഘടിപ്പിച്ചു. ഏനാനെല്ലൂർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ മികച്ച സാമൂഹിക പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ക്ലബ്ബുകളെയും അംഗങ്ങളെയും ആദരിച്ചു. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി സജി ചമേലി PMJF ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ മെമ്പർഷിപ്പോ അല്ലെങ്കിൽ ഈ സർവീസ് പ്രോജക്ട്സോ അല്ലെങ്കിൽ ഈ LCI കോൺട്രിബ്യൂഷനോ ഒന്നുമല്ല ഈ വർഷത്തെ ഹൈലൈറ്റ്. ഈ വർഷത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ റീജിയൻ ചെയർപേഴ്സൺമാരും എല്ലാ സോൺ ചെയർപേഴ്സൺമാരും അവരുടെ യൂണിറ്റിയും അവരുടെ ടീം സ്പിരിറ്റും അവരുടെ ടീം വർക്കും ഒന്ന് മാത്രമാണ്. നോ ഡൗട്ട്സ്. അതൊക്കെ നമുക്ക് ഇനിയും ഉണ്ടാവാം, മുൻ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു ടീം വർക്ക് റീജിയൻ ചെയർപേഴ്സൺമാരുടെ ഇടയിലുള്ളതും സോൺ ചെയർപേഴ്സൺമാരുടെ ഇടയിലുള്ളതായ ടീം വർക്ക് ഇനി ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സോൺ ചെയർപേഴ്സൺ സന്തോഷ് കുമാർ MJF യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ബാലു സുബ്രഹ്മണ്യം PMJF മുഖ്യപ്രഭാഷണം നടത്തി. സാമൂഹിക പ്രതിബദ്ധതയോടെ നടപ്പിലാക്കിയ വിവിധ സർവീസ് പദ്ധതികൾ പരിഗണിച്ചാണ് ഈ വർഷത്തെ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി റീജിയണൽ ചെയർമാൻ ലിബിൻ ബേബി, ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ KP പീറ്റർ, സെക്കൻഡ് ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ജോസ് മംഗലി, ക്യാബിനറ്റ് ട്രഷറർ വർഗീസ് ജോസഫ് എന്നിവർ പങ്കെടുത്തു. കൂടാതെ സൈജൽ സ്റ്റീഫൻ, ഷിബു അലക്സ്, ഷിൻസ് മണ്ണപ്പുറം, ജോമോൻ മലൈക്കുടി, ജിതീഷ്, അനീഷ് കരുണാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.